സർക്കാർ സ്ഥാപനങ്ങളിൽ 1000 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. ചില സർക്കാർ സ്ഥാപനങ്ങളിലും കാലിക്കറ്റ് സർവകലാശാലയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ തുടരുന്ന 1000 പേരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്താൻ നീക്കം. ലൈബ്രറി കൗൺസിലിൽ 60ഓളം താൽക്കാലികക്കാരെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയ തീരുമാനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവച്ച ഉത്തരവിൻ്റെ മറുപിടിച്ചാണിത്. ടൂറിസം വകുപ്പ്, സീഡിറ്റ്, കെൽട്രോൺ, സ്കോൾ കേരള, LBS, വനിതാ കമ്മീഷൻ, യുവജനക്ഷേമ ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ്, സാക്ഷരതാ മിഷൻ, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റിമോട്ട് സെൻസിംഗ് സെന്റർ, തുടർ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് സ്ഥിരപ്പെടുത്തുന്നത്. കെൽട്രോൺ 240, സീഡിറ്റ് 140 എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേരുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയിൽ VCയുടെ ഡ്രൈവർ ഉൾപ്പെടെ 30 പേരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയാൽ ശമ്പള കുടിശ്ശികയടക്കം ലക്ഷങ്ങൾ ഓരോരുത്തർക്കും നൽകേണ്ടി വരും. ലൈബ്രറി കൗൺസിലിൽ 2006 മുതൽ ജോലി ചെയ്തിരുന്ന ക്ലർക്ക്, ഡ്രൈവർ, അറ്റൻഡർ ഉൾപ്പെടെ 60ഓളം പേരെ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 3 വർഷം മുമ്പ് സ്റ്റേ ചെയ്തെങ്കിലും ഹർജിയിൽ പിന്നീട് വാദം കേട്ട സിംഗിൾ ബെഞ്ച് മാർച്ചിൽ സർക്കാർ തീരുമാനം അംഗീകരിച്ചിരുന്നു. ലൈബ്രറി കൗൺസിലിൽ 2006 മുതലുള്ള 13 പേരെ 2018-ലും 47 പേരെ 2020-ലുമാണ് മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തിയത്. മരിച്ചയാളും പട്ടികയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആശ്രിത നിയമനം നൽകി. നിയമനം രാഷ്ട്രീയ സ്വാധീനത്തിൽ. പല സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും PSCക്ക് വിട്ടെങ്കിലും ചിലയിടങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കാത്തതിനാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. രാഷ്ട്രീയ സ്വാധീനത്തിലാണ് താൽക്കാലിക നിയമനങ്ങളിൽ മിക്കതും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിന് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടെങ്കിലും അതിനെ നോക്കുകുത്തിയാക്കിയാണ് ചിലയിടങ്ങളിൽ താൽക്കാലികക്കാരെ നിയമിക്കുന്നത്. കിഫ്ബി, KDisc, KFoൺ എന്നിവിടങ്ങളിലും വൻ ശമ്പളത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടന്നു.